ദുരന്തമാണല്ലോ തുടക്കം മുഴുവൻ അടയുന്നില്ല മച്ചാനി പണി കിട്ടി മച്ചാനി. ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. ഇന്ത്യയിൽ തന്നെ ചുരുക്കം പേരുടെ കയ്യിലുള്ള ഒരു ഹെഡ്ഫോൺ, അതായത് ഇയർഫോൺ എന്നൊക്കെ പറയില്ല, വലിച്ചു മുട്ട സാധനം, അത് ഞാൻ കാണിച്ചു തരാം. കണ്ടോക്കടാ, വേണ്ട സോണിയുടെ, അതായത് ഒരു 43 വർഷം പഴക്കമുണ്ടാകും. ഇതൊക്കെ പണ്ടത്തെ ഐറ്റംസാണ്. ഇതൊക്കെ ഞാൻ വീണ്ടും വീണ്ടും കുത്തിപ്പോക്കി എടുക്കണ വേറെ കൊണ്ടല്ല. ഇതിൻ്റെ അകത്തിരിക്കുന്ന ഡ്രൈവർ, അതായത് ഇതിൻ്റെ അകത്തിരിക്കുന്ന ആ സ്പീക്കറില്ലേ, അന്യായ ലോ ഫ്രീക്വൻസ് ആണ്. നമ്മളിപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന ആ ചെറിയ സാധനങ്ങളില്ല, ഇങ്ങനെ ചെവി തള്ളണ ടൈപ്പ് സാധനം, എയർ ചീറ്റി പുറത്ത് പോകുന്ന സാധനം, അതിൻ്റെ അപ്പനായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ അത് ഞാൻ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അത് ഞാനൊരു ബ്ലൂടൂത്ത് കയറ്റാൻ വേണ്ടി, ഇതിൻ്റെ ബ്ലൂടൂത്ത് ഇല്ല, വയേർഡാണ്. അപ്പോൾ സോണി DR-S5 അതാണ് ഈ മോഡൽ നമ്പർ. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ മോഡൽ വെച്ചൊന്ന് സെർച്ച് ചെയ്ത് നോക്കും. ഞാൻ പറയുന്നത് നുണയാണോ സത്യമാണെന്ന് അറിയാൻ പറ്റും. കണ്ടോട്ടാ, മോഡൽ എഴുതിച്ചിട്ടുണ്ട്, ഇങ്ങനെ സൂം ചെയ്ത് നോക്ക്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ബ്ലൂടൂത്ത് കയറ്റാൻ വേണ്ടി പോകുന്നത്. നീ വാ വീഡിയോയിലൊക്കെ ഓൺലൈനിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ പവറും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന്. എൻ്റെ ഡ്രൈവർ ഞാൻ അഴിച്ച് കാണിച്ചു തരാം. എൻ്റെ ഫ്രണ്ട് പോർഷൻ കാണിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് അബ്സല്യൂട്ട്ലി മൈൻഡ് ബ്ലോയിങ് സാധനം കേട്ടോ. വേറെ ലെവൽ സാധനമാണ്. നിങ്ങൾ കണ്ട ആൾക്കാർക്ക് അറിയാൻ പറ്റും കേട്ടോ. നേരിട്ട് ഇത് ചെവിട്ടിൽ വെച്ച് നോക്കിയ ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഇത് 1978 ഓൾമോസ്റ്റ് ഇറങ്ങിയതാണെന്നാണ് ഓൺലൈനൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് കാണുന്നത്. 70s എങ്ങനെ 30-40 വർഷം മേളിലായി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് തന്നെ. ഡ്രൈവർ, ഇങ്ങനത്തെ ഡ്രൈവർ അന്നത്തെ കാലത്ത് അവർ സോണിക്കാർ കണ്ടുപിടിച്ചെങ്കിൽ അവർ ഏത് ലെവലായിരിക്കണം ഒന്ന് ഓർത്ത് നോക്കിയേ. അപ്പോൾ നമുക്ക് ഇവനെ ഇന്ന് അഴിച്ച് സെറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ ടാസ്ക്. അതായത് ഈ കുഞ്ഞൻ ബോർഡ് കണ്ടോ, ഈ ബ്ലൂടൂത്ത് ബോർഡില്ലേ, ഇവനാണ് ഇതിനകത്ത് കയറാൻ വേണ്ടി പോണത്. ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് ഒരു ഐഡിയ ഇല്ല. അതിൻ്റെ അകത്ത് വെക്കണത് നിക്കോൺ ക്യാമറയുടെ കണ്ടോ ബാറ്ററിയാണ്. ഇത് ഒരെണ്ണം പഴുത്തുപോയി ഷോർട്ടായിട്ട്. ഈ ബാറ്ററി ഇനി വെക്കാൻ പറ്റുമോ ഒന്നും വരെ അറിയാണ്ട് പോലും ഈ ബാറ്ററീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറി തിരിഞ്ഞ് മുട്ടിയിരിക്കത്തിട്ടാ. ഇതിൻ്റെ പോസിറ്റീവാണ് ഈ കവറിങ് വരുന്നത്. അപ്പോൾ ഈ ബാറ്ററി ക്യാമറയുടെയൊക്കെ ബാറ്ററിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇതുവരെ ഷോർട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഉണ്ടോ വെച്ചരാ ഉണ്ടോ സീനാണ്. സോ അതുകൊണ്ട് ചെയ്യുമ്പോഴൊക്കെ നോക്കി കണ്ടൊക്കെ ചെയ്യണം. ഇത് രണ്ടും പോസിറ്റീവ് സൈഡാണ് ഇതിൻ്റെ കവറിങ്, ഔട്ടർ കവറിങ്. സോ അറിയാൻ പാടാത്ത പുള്ള ചൊറിയും പറയുമെന്ന് പറയില്ലേ, സൂക്ഷിക്കണ്ടൊക്കെ ചെയ്യാം. ഈ ബാറ്ററിയാണ് ഞാൻ കൊടുക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് നേരം കൊണ്ട് ഇത് പഴുത്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ എത്ര വോൾട്ടുണ്ടെന്ന് നോക്കട്ടെ. എൻ്റെ ബാറ്ററിയൊക്കെ ഡ്രെയിനായി പോയിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇല്ല, ഇത്ര നേരം ഇത് ഇവിടെ കിടന്ന് പഴുത്തെങ്കിലും ഇതിന് ഇപ്പോഴും ഇതിൻ്റെ അകത്തൊരു 4 വോൾട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവനെ തന്നെ എടുക്കാം. ഓക്കെ, വലുതായിട്ടൊന്നും ബൾജായിട്ടില്ല. ഇതിൻ്റെ പഴയൊരു ക്യാമറ. നല്ല ഹീറ്റ് കണ്ടോ. എൻ്റെ പവർ കാണിച്ചു തരാവേ. വല്ലാത്ത രീതിയിൽ ഹീറ്റാണ്, ഒരു രക്ഷയില്ല. നമുക്ക് ഇവനൊന്ന് കൂളാക്കി എടുക്കണം, എന്നിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഈ ഒരു ബാറ്ററി ഈ ഒരു ബാക്ക് കവറിൻ്റെ അകത്ത് കൊള്ളണം. ചാർജർ മോഡിലൂടെ കൊള്ളണം. ഉണ്ടോ, ഈ ചെറിയ കുഞ്ഞിന് ആംപ്ലിഫയർ എവിടെയെങ്കിലൊക്കെ ഒന്ന് കൊള്ളിക്കണം, എന്നാൽ മാത്രമേ ഇവൻ സെറ്റ് ആവുള്ളൂ. ഇവിടെ ഈ സൈഡിൽ തന്നെ കൊള്ളിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ വയറിംഗ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല. സോ ഇവനെ നമുക്ക് സെറ്റാക്കി എടുക്കണം. നിങ്ങൾ ഇതിൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ട് മനസ്സിലായിക്കോട്ടെ. ഇങ്ങനെയുള്ള ഹെഡ്സെറ്റൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ കിട്ടണമെങ്കിൽ കളയണ്ട, നമുക്ക് റീസൈക്കിൾ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഡ്രൈവർ അത്ര പവർ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ബ്ലൂടൂത്ത് മോഡിൽ ഇതൊക്കെ ഇടുന്നത്. ഇതിൻ്റെ ഡ്രൈവർ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്, പക്ഷേ എന്നാലും അടിച്ചു പോകില്ല. ഇതിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് തുറന്ന് വെച്ച് പാട്ട് എടുക്കാം. ബ്ലൂടൂത്ത് സ്പീക്കർ പോലെ 5 പവർ ഉള്ള ഒരു ഹെഡ്ഫോണാണ്. പൊളിതാണ്, അതുകൊണ്ട് മാത്രം ഞാൻ തരാം കേട്ടോ. നമുക്ക് ഇത് അടിച്ചെടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഇതിൻ്റെ സ്ക്രൂ എവിടെയാണ് ഇരിക്കുന്നത് തപ്പിയെടുക്കാനാണ് ടാസ്ക് എന്ന് വെച്ചാൽ. ഇത് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന കേസല്ല. ഇത് മൊത്തം അവരുടെ ഗ്ലൂ ആണ്, അത്ത ഗ്ലൂ ആണ്. എത്ര 10-40 വർഷം മുമ്പുള്ള ഗ്ലൂ വന്ന് അധികം പിടിപ്പിച്ച് കളയേണ്ട കാര്യമൊന്നുമില്ല. ആവശ്യം നോക്കിയെടുക്കാം. ഞാൻ 2 വട്ടം അടിച്ചതാണ്. ഒരെണ്ണം കിട്ടി. 1-2 സ്ക്രൂ ഉള്ളൂ അവിടെ ഇവിടെ കേട്ട്, പക്ഷേ പക്ക ടൈറ്റാണ് അത്. ഇതിൻ്റെ കമ്പോണൻസ് ഒന്നും എൻ്റെ ഇവിടെ വർക്കിംഗ് ബോർഡും കാര്യങ്ങളൊന്നും ഇല്ല. സോ എല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അഴിച്ച് മാറ്റി സെറ്റാക്കി വെക്കാറാണ് പതിവ്. ഒന്നും കളയാറില്ല. അപ്പോൾ അഴിച്ച് പണിയുന്ന പിള്ളേരുണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നശിപ്പിച്ച് കളയരുത്. വീട്ടുകാരുടെ നിന്ന് ഇടി കിട്ടും. ഓക്കെ, കണ്ടല്ലോ അല്ലേ, ഇങ്ങനെ ഒരു ഹെഡ്ഫോണിൻ്റെ ഉൾവശം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പണിക്കാർ കണ്ടിട്ടുണ്ടാവും, പിള്ളേർ കണ്ടിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല. ഇതൊക്കെ ഞാനൊന്ന് വലിച്ച് പൊട്ടിച്ചിട്ടങ്ങനെ എക്സ്ട്രാ മൈക്കിൻ്റെ വയറൊക്കെ ഉണ്ടായിരുന്നില്ല. ഇത് എക്സ്ട്രാ വയറൊക്കെ ഞാൻ എക്സ്ട്രാ കയറ്റിയതാണ്. എൻ്റെ ഉൾവശം ഇതാ ഇതാണ് ആ ഡ്രൈവർ. 1.5 ഡ്രൈവറാണ്. മാഗ്നറ്റ് നോക്കി, സോണിയുടെ ചെറിയൊരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ അത്രയുള്ള വലിപ്പമുള്ള സാധനമാണ്. സോ ക്യൂട്ട്. ഒന്ന് കെയർഫുള്ളായിട്ട് നോക്കിക്കുക നിങ്ങൾ. അപ്പുറത്തേക്ക് കൊണ്ട് ലൈൻ ചെറിയ കണ്ട
ലൈനായിട്ടേക്കണം. ഇതിൻ്റെ അകത്ത് ഞാൻ നോക്കിയിട്ട് നമ്മുടെ ഇൻപുട്ട് ഈ വോളിയം കൺട്രോളിൻ്റെ അകത്തോടി കയറ്റി വിടണമായിരിക്കും നല്ലത്. ഞാൻ നോക്കിയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ്. വനടിക്കുക ചെയ്യണം. ഓക്കെ, പണ്ട് ഇതിൻ്റെ വൺ സൈഡ് ഞാൻ മറ്റേ സൈഡ് അഴിച്ചെടുക്കണം. ഇത് കിട്ടി, പെട്ടെന്ന് കിട്ടി. രണ്ട് സൈഡിലും ടോൺ കൺട്രോളറും വോളിയം കൺട്രോളറും ഉണ്ട് കേട്ടോ. അതതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഡ്രൈവർക്ക് ഇപ്പോഴും പക്കയാണ്, ഒരു ഡാമേജും ഇല്ല. ഫുൾ കവേർഡാണ് കണ്ടോ, ക്ലോസ്ഡ് ബാക്കാണ്. ഇതിൻ്റെ അകത്തൂടെ എയർ ലീക്കേജും കാര്യങ്ങളൊന്നും ഇല്ല. അതിൻ്റെ അകത്തുള്ള പ്രഷർ അതിനെ പുറത്തേക്ക് വരും. പിന്നെ വന്ന ലീക്കേജ് എന്ന് പറയുന്നത് ഈ ഒരു ലീക്കേജാണ്. ഇതിൻ്റെ അകത്ത് ലീക്കേജ് ഒന്നും വരാനൊന്നുമില്ല. ഇത് വെറുതെ പുറം വശം അത്ര ബൾജിങ് കാണിക്കാൻ വേണ്ടി വെച്ചേക്കാണ്. ഒന്നുമില്ല പറയാനായിട്ട്. ഇതൊന്ന് തിരി പശുവിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇവിടെ കൂടി ലീക്കേജ് ഉണ്ടെങ്കിൽ അതങ്ങനെ മാർക്കറ്റിടെ കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കണം. ഇവിടെ മാത്രമേ ഇത്തിരി ലീക്കേജ് ഉള്ളൂ. എന്താ അവർ ഇട്ടിട്ടുണ്ട് ചെറുതായിട്ട്, അതുകൊണ്ട് അടച്ചു കഴിഞ്ഞാൽ സെറ്റായി. നമുക്ക് ഇതാണ് സംഭവം. ഇതിൻ്റെ അകത്താണ് ബ്ലൂടൂത്ത് കയറേണ്ടത്. ഇത് എന്താവും ഏതാണെന്നൊന്നും അറിയില്ല, നോക്കാം. ഇതിൻ്റെ അകത്ത് എന്തായാലും വെക്കാൻ പറ്റത്തില്ല. സോയും കൂടെ ഉള്ള ലൈൻ മറന്നേക്കാം. ചുമ്മാ ഒന്ന് വെച്ചോ. അത് ബാറ്ററി ഇരിക്കുന്നു അവിടെ. ഈ ബാറ്ററി അല്ലേ ചൂടാകുന്ന വെച്ചാൽ. ബാറ്ററി സിമ്പിളായിട്ട് നോക്കും. സോ സിമ്പിൾ. അവനൊന്ന് ഒട്ടിക്കുക, ഇരുത്തുക, ഒന്ന് ഗ്ലൂ ഇട്ട് ഇരുത്തുക. ദാറ്റ്സ് ഓൾ. അപ്പോൾ ആ കാര്യം റെഡിയാവും. ഇത് സെറ്റാണ്. ഇത് രണ്ട് ബാറ്ററി ചെറിയ ബൾജിങ് ഉണ്ട്. അത് നടപടിയാവില്ല മുത്തേ. പിന്നെ ഫസ്റ്റ് വർക്കാവും നോക്കിയിട്ട് വേണം ഇങ്ങോട്ട് കയറ്റാനായിട്ട്. ഇത്രയും ആൻറ്റിക് പീസ് ഞാൻ എന്തുകൊണ്ട് ചുമന്നുകൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനൊരു കാരണമേ ഉള്ളൂ. ഇതിൻ്റെ ക്വാളിറ്റി. ഇങ്ങനെ രണ്ട് സാധനങ്ങൾ ഞാൻ ചുമന്നുകൊണ്ട് നടക്കുന്നുള്ളൂ. ഒന്ന് ഇതും പിന്നെ എൻ്റെ ഒരു ആമ്പും. ഇപ്പം ഞാൻ പറഞ്ഞില്ല ആ ഒരു സബ് വൂഫർ. ഇനിയുണ്ട് ഒരെണ്ണോടി ഐറ്റംസ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പണി തുടങ്ങാം. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം, ലൈൻ വന്നത്. ഓക്കെ, അപ്പോൾ ഇവനങ്ങോട്ട് പൂട്ടാം. നമുക്ക് വൺ സൈഡ് മാത്രം അഴിച്ചാൽ മതി. വെറുതെ എല്ലാം ഇട്ടിട്ട് പ്രശ്നമാവുമല്ലോ ഇതിൽ വെച്ചേക്കാൻ തന്നെ ഒരു ട്രിക്കാണ്. ഇങ്ങനെ വളച്ച് കൂട്ടിയാണ്. സോ വെളുത്താവില്ല പറഞ്ഞു. ഇങ്ങനെ വന്നിട്ട് ഫസ്റ്റ് ഒരു ലൈൻ കൂടെ കാണുന്നത് പെട്ടെന്ന് വലിച്ചാൽ കഴിക്കാമല്ലോ. ഫസ്റ്റ് ഓഫ് ഓൾ അത് വെച്ച് പൂട്ടണതിന് മുമ്പ് ഒരു ചെറിയ ടാസ്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ചെയ്താലും ഇവൻ ഇതിൻ്റെ അകത്ത് മുട്ടാതിരിക്കുമോ എന്ന് നോക്കണം. അതിൻ്റെ കേസിങ് മുട്ടിയിരുന്ന് ഷോർട്ടായിട്ട് അത് അതിനെക്കാട്ടും വലിയ തൊല്ലേ വരുത്. ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ ചുമ്മാ ഒന്ന് വെച്ച് അടച്ച് നോക്കാം, ഇരിക്കുമോ എന്ന് നോക്കണ്ടേ. വെച്ച് നോക്കിയപ്പോൾ തന്നെ ഇരിക്കണില്ല. ദുരന്തമല്ല, നേരത്തെ ഇരുന്നുള്ള വലുതായി ഇത്രോട്ടൊന്നും. ദുരന്തമാണല്ലോ തുടക്കം മുഴുവൻ, അടയുന്നില്ല മച്ചാനി, പണി കിട്ടി മച്ചാനി. ദുരന്തമാണ്, അതായത് അടയുന്നില്ല. ദുരന്തമാണ്. എന്തെങ്കിലും ഒരു വഴി ഒപ്പിച്ചെടുക്കുമ്പോൾ അവനങ്ങനെ അടയില്ലെന്ന് പറയണത്. അടയടാ കുച്ച, എന്താണ് അടഞ്ഞാൽ നിനക്കെന്താ പ്രശ്നം? എന്താണ് ഇതൊന്ന് ഇരുന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെറ്റാക്കാം. അല്ലപ്പോൾ ഞാൻ വേറെ ബാറ്ററി ഇപ്പോൾ പോകേണ്ടി വരും. ഇരിക്കണില്ല, ഇതാണ് പ്രശ്നം. ഉണ്ടോ, ഈ ഒരു വലിയ ബാറ്ററി നല്ല കിടിലം ബാറ്ററി അതിനകത്ത് ഇരിക്കണില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ലിഥിയം പോളിമർ ബാറ്ററി കയറ്റണം. അപ്പോൾ ലിഥിയം പോളിമർ ബാറ്ററി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ. ഒരെണ്ണം കാണണമല്ലോ പറഞ്ഞാൽ. നോക്കട്ടെ, ഒരു ലിഥിയം പോളിമർ എൻ്റെ കയ്യിലുണ്ട്. ഇത് വർക്കിംഗ് ആവും നോക്കട്ടെ. ഇതേ കേസ് ഇത് എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നൊരു മെഷീൻ്റെ ഒരു പോർഷനാണ്, പണ്ടത്തെ ടാറ്റു മെഷീൻ്റെ ഒരു പോർഷനാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഞാൻ അഴിച്ചെടുത്തൊരു, അതായത് ഇത് ഞാൻ ആമസോണിൽ നിന്ന് 4000 കൊടുത്ത് ബുക്ക് ചെയ്തിട്ട് ഇവന്മാർ എനിക്കിട്ട് പണി തന്നതാണ്. അവന്മാർ അഴിച്ച് പണിത് കുളമാക്കി വെച്ചിട്ടൊരു സാധനം കിട്ടിയതാണ്. ഞാൻ അഴിച്ച് നോക്കിയപ്പോൾ ബാറ്ററി മാത്രമേ അത് ഗുണമുള്ളൂ. സി ടൈപ്പാണ്. അഴിച്ചു നോക്കാം. പഠിച്ചോ, ഇതെല്ലാം ചെയ്യാം. മൊത്തത്തിൽ പണിയാണല്ലോ എനിക്ക്. നോക്കട്ടെ ഐറ്റംസ് ഉണ്ടോ നോക്കട്ടെ. ഇത് അഴിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമില്ല. എൽക്കിയാണ് അവന്മാർ ശരിയാക്കി കുളമാക്കി വെച്ചെന്ന് മാത്രമുള്ളൊരു പ്രശ്നമുള്ളൂ. ഞാൻ ഇത് പെൻഡാമേനകലൊക്കെ എറണാകുളത്ത് കുറേ കറങ്ങിയാക്കി ശരിയാക്കാനായിട്ട്. ശരിയായി കിട്ടില്ലെന്നേ. 4000 രൂപ പോയി. ഇതും അഴിച്ചു വെച്ചേക്കണം, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാം അഴിഞ്ഞു പോരും, സിമ്പിളായിട്ട് അഴിഞ്ഞു വന്നു. 2 സ്ക്രൂകൾ എൻ്റെ ആവശ്യത്തിന് ഞാൻ കുത്തിക്കയറ്റി പൂട്ടി വെച്ചേക്കാനാണ്. സോ ഇവൻ്റെ ബാറ്ററി എടുത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ച് നോക്കാം. അതിരിക്കുമായിരിക്കും, ചെറിയ ബാറ്ററി. ഒരു ഗുണമില്ലാണ്ടായിപ്പോണ്ടേ ബാറ്ററി. പെർഫെക്റ്റ്. 3.7 വോൾട്ട് കണ്ട. പക്ഷേ MAH കുറവാണ്. ഇത്ര നേരം പ്ലേ ആവുമെന്ന് കണ്ടറിയണം.
എല്ലാം വലിച്ചു പിടിച്ചെടുക്കാം, വേറെ രക്ഷയൊന്നുമില്ല. ഇത് പഠിക്കട്ടെ, അത് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഈ PCB പോയതാണ് ഇതിൻ്റെ. ഇങ്ങനെ അവിടെ മാറ്റി വെക്കാം. നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു ബാറ്ററി പാക്ക് മാത്രമേ ഉള്ളൂ. വർക്കിംഗ് ആണെന്ന് നോക്കണം. ഓക്കെ, ചെക്ക് ചെയ്യട്ടെ. ഈ ഒരു ബാറ്ററി ഫുള്ള് ഡെഡാണ്. അപ്പോൾ ഇന്നത്തെ പണിയെല്ലാം കോളമാകണ ലക്ഷണങ്ങൾ കാണാം കേട്ടോ. ഇതൊക്കെ എല്ലാം ഡെഡാക്കി വെച്ചേക്കണല്ലോ ഞാൻ. എന്നെക്കൊണ്ട് ഞാൻ തന്നെ തോറ്റില്ല ശരിക്കും പറഞ്ഞു. ഇതൊക്കെ എല്ലാവരും വിചാരിക്കണം നിനക്ക് ഇത് തന്നെയാണ് ആ തൊഴിലെന്ന്. എനിക്ക് ഇതൊക്കെ തന്നെയുള്ള തൊഴിൽ. ഇനി അങ്ങോട്ടും വെരി ഗുഡ്. വർക്കില്ല ഗൈസ്. ബാറ്ററി ചത്തിരിക്കണ ഗൈസ്. കണ്ടോട്ടാ. അതെ, ഈ ബാറ്ററി കുത്തി ഒന്ന് നോക്കാം, ഭാഗ്യമുണ്ടെങ്കിൽ അറിയും. 0 വോൾട്ട് ഒന്നുമില്ല. അത് വെറുതെ അത്തോലെ കിടക്കണേ, വെറുതെ വർക്ക് ചെയ്യണം. അടിപൊളി. എടാ ഒരു മില്ലി വോൾട്ടെങ്കിലും കാണിക്കടാ നാണം കിട്ടവന്. ലിഥിയം പോളിമർ ബാറ്ററി അകത്തൊരു BMS ഒക്കെ ഉണ്ട്, ചെറുതായിട്ട് ഇരിപ്പുണ്ടല്ലോ. എന്ത് തേങ്ങാന്ന് പറയുമ്പോൾ കുറച്ച് നേരം കുത്തിയിട്ട് നോക്കാം. കയറട്ടെ. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാനിത് ചാർജ് ചെയ്ത് നോക്കും. എന്നിട്ട് ചാർജ് നിൽക്കണ്ടെന്ന് നോക്കും, ഇല്ലെങ്കിൽ വലിച്ചെറിഞ്ഞ് കളയും. അപ്പോൾ ഈ പ്രൊജക്റ്റ് നമ്മൾ ഇവിടെ വെച്ച് നിർത്തും. ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ബാറ്ററി മേടിച്ച് വെച്ചിട്ട് ഇവൻ്റെ അകത്ത് കയറ്റും. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, 18 എന്ന് പറഞ്ഞ് വെറുതെ കയറണം. ഇത്രയും വെറുതെ കാണിക്കുന്നുണ്ട്. വലിയ വോൾട്ടേ ഉള്ളായി. നമുക്കപ്പോൾ ഈ പീസും കൂടി എടുത്തിട്ട് ഒന്ന് സോൾഡർ ചെയ്ത് അതിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്ത് ഒന്ന് ചാർജ് ചെയ്ത് ജമ്പ് ചെയ്ത് നോക്കാം. ഭാഗ്യം ഉണ്ടെങ്കിൽ കയറി കിട്ടും. ഉറപ്പൊന്നുമില്ല കേട്ടോ, ഇതൊക്കെ ഒരു 50-50 ചാൻസ് ഉള്ള ഒരു പ്രൊജക്റ്റാണ്. നോക്കാം, ഇത്ര പറയാൻ നോക്കാം. കുറച്ച് നേരം ചാർജ് കയറിയേക്കാം. ഇവിടെ കിടന്ന് മിന്നണതായിരുന്നു. ആ മിന്നണില്ല ഇപ്പം. കിനി എന്ന് പറഞ്ഞ് മിന്നണതാകുന്നു. അതൊക്കെ പോയി കിട്ടി. കോഡ് നല്ല അടിപൊളി കോഡ് എന്തായാലും. എന്തെങ്കിലും ആവട്ടെ, പോസിറ്റീവ് തന്നെയല്ലേ കൊടുത്തേക്കണം. അറിയാം, കണ്ടറിയാം ഇതിപ്പോൾ വർക്ക് ചെയ്യുമല്ലോ. നല്ല ഈ സാധനത്തിലേക്ക് സ്പീക്കർ കണക്ട് ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു ചെറിയ ഡ്രൈവർ നമ്മളിലുണ്ടെങ്കിൽ എടുത്തിട്ട് ഓടിച്ച് നോക്കാം. ബ്ലൂടൂത്താണ് സംഭവം. 5 വോൾട്ടൊന്നും ഇല്ല. അപ്പോൾ ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടി പോണത് ഇത് ശരിക്കും പറഞ്ഞാൽ 5 വോൾട്ടിൻ്റെ ബോർഡാണ്. ആൾക്കാർ ഇത് വെച്ച് പ്രൊജക്റ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ അവർക്ക് ടെൻഷൻ അടിക്കേണ്ട. 3.7 വോൾട്ട് ലിഥിയം അയൺ ബാറ്ററി ആണെങ്കിലും ഇപ്പോൾ ഈ സുനാപ്പി ആണെങ്കിൽ ഇത് പിന്നെ അത് ഇരിക്കണില്ല. ഇത് അത്യാവശ്യം ബാറ്ററി ബാക്കപ്പ് ഉള്ള ബാറ്ററിയാണ്, കിടിലൻ ബാറ്ററിയാണ്. പക്ഷെ അത് MAH കുറവാണത് കണക്കാണ്. പക്ഷെ എന്നാലും നമുക്ക് ഇരിക്കണില്ല. ആ ഒറ്റ കേസിലാണ് ഞാൻ അതിൻ്റെ അത് വെക്കാത്തത്. സൈഡിൽ എവിടെയെങ്കിലും ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഇരുത്തിയാനാണ്. പക്ഷെ ഒറ്റള്ള ഇത് ഇരിക്കുമെന്ന് കണ്ടറിയണം. ഇപ്പോൾ നോക്കട്ടെ, ഭാഗ്യം പോലെ ഇരിക്കും. ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് ഞാൻ ഓടിച്ച് നോക്കും. എന്നിട്ട് ബാക്കി അതിൻ്റെ അകത്തേക്ക് തെറ്റാണെങ്കിൽ വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതൊന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിച്ചെടുക്കുക. പുതിയ BMS ബോർഡിൽ, BMS അല്ല, ബാറ്ററി ചാർജിങ് ബോർഡ്. ചില ആൾക്കാർ ചാർജിങ് ബോർഡ് എന്നൊക്കെ പറഞ്ഞേക്കാം യൂട്യൂബിൽ. അത് ബാറ്ററി ചാർജിങ് ബോർഡ്. അത് ഏത് കത്തവനാണാവോ, അത് നോക്കാം. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് ശരിക്കും ഉരച്ച് ഇതിൻ്റെ കോപ്പർ കാണുമായിട്ട് ഉരക്കാം. ഓക്കെ, ഒരു സൈഡ് സെറ്റായിട്ടുണ്ട്. കോപ്പർ കണ്ട് സെറ്റ്. ഓക്കെ, പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഈ സാധനം ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്യുന്നത് നോക്കട്ടെടാ, എന്ത് പരിപാടിയെന്ന് അറിയാലോ. ചോനെ പൊട്ടി മാത്രം തെറിക്കരുത്, എനിക്കത്ര പറയാനുള്ളൂ. നാളെ എടുക്കരുത്. 3.7 പോസിറ്റീവ് കണക്ട് ചെയ്ത് നെഗറ്റീവ് കണക്ട് ചെയ്ത് നമ്മൾ ഈ ചാർജ് ഇല്ലാത്ത വൃത്തിയായിട്ട സാധനം ഒന്ന് ചാർജ് ചെയ്തെടുത്ത് നോക്കണ്ട്. വലിയ പവറൊന്നുമില്ല, ആകെ എന്തോ 500 mAh ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു ജമ്പ് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ചൂടാവണല്ലോ. ഐസി കറക്റ്റ് എല്ലാം കൊടുത്തേക്കണം. വെറുതെ അല്ല, എൻ്റെ മേളിൽ കൊണ്ട് വെച്ചിട്ടാണ് കോപ്പി. എന്തോന്നില്ല, ഇത് കൊള്ളില്ലാത്ത ബാറ്ററിയാണത്. അത് വെച്ച് പൊട്ടിക്കുകയും ചെയ്തൊരു കാര്യമുണ്ട്. ഓക്കെ, ജമ്പ് ചെയ്ത് കൊടുത്തപ്പോൾ ചാർജ് ആയിട്ടുണ്ട്. 3.47 കാണിക്കുന്നത്. അടിപൊളി. അപ്പോൾ അവനൊന്ന് ചാർജിങ് കൊടുക്കേണ്ട ഒരു പ്രശ്നം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ഇല്ല, 3.45 ഉണ്ടോ. ഇപ്പോൾ അതിന് കാണിക്കുന്നുണ്ട്, ഇതിന് കാണിക്കില്ല. നോക്കട്ടെ, സീരിയസ് ആയിട്ട് കൊടുക്കുക. സീരിയസ് ആയിട്ട് അപ്പോൾ ഇവന് എത്ര കാണിക്കണം? ഇവനിപ്പോഴും കാണിക്കില്ല കേട്ടോ. ഉണ്ടോ, ഇപ്പോൾ ഇതിലും കാണിക്കില്ല വോൾട്ട്. ജസ്റ്റ് ഒന്ന് ജമ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സെറ്റായിരിക്കും. നമ്മുടെ വണ്ടിയൊക്കെ ചാർജ് ചെയ്യുമ്പോൾ അപ്പുറത്തെ വണ്ടിയിൽ നിന്ന് ബാറ്ററി നിർത്തി കുത്തൂലേ. ഇവന് ജസ്റ്റ് ഒന്ന് ആക്റ്റീവായി കൊടുത്താൽ മതി. ഇങ്ങനൊരു ബാറ്ററിക്ക് ഒരു പ്രശ്നമുണ്ട്, ഒന്ന് ആക്റ്റീവായി കൊടുത്താൽ സെറ്റാവും. 3.53
കണ്ടല്ലോ അല്ലേ, ഇത്ര ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ആക്റ്റീവാക്കി എടുക്കണം. നേരെ ഒരു കുഞ്ഞൻ വയർ എടുത്തിട്ട് ഇതിൻ്റെ ജങ്കിയിലേക്ക് കണക്ട് ചെയ്യാം. അത്രയും ഓടി കളിക്കുന്നത് നയിക്കാൻ പറ്റത്ത. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു കുഞ്ഞൻ പവർ കണക്ഷൻ കണക്ട് ചെയ്ത് കൊടുക്കാം. ഒരക്കൽ തന്നെ സെറ്റായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്ഥിരം സ്പീക്കർ എടുത്തിട്ടുണ്ട്. സ്ഥിരം ടെസ്റ്റർ സ്പീക്കറിൻ്റെ അത് കണക്ട് ചെയ്ത് നോക്കട്ടോ. അത് ഇവിടെ നിൽക്കട്ടെ, എല്ലാം ഇതിൻ്റെ മേളിൽ തന്നെ നിൽക്കട്ടെ. എന്താണ് അതിൻ്റെ റെസ്പോൺസ് എന്ന് പറയുന്നത്? വർക്ക് ചെയ്യോ ഇല്ലെന്ന് അറിയണ്ടേ? വർക്ക് ചെയ്യോ ഇല്ലെന്ന് പറഞ്ഞാൽ, പക്ഷേ ഇതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഡയറക്റ്റ് BT ബോർഡാണ്. ഇതിൻ്റെ അകത്ത് ഒരു ഇൻപുട്ട് ഞാൻ കൊടുത്തിട്ടില്ല, അതാ പറ്റിപ്പോണത്. അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ വേറെ സെപ്പറേറ്റ് ബ്ലൂടൂത്ത് ബോർഡ് ഉണ്ട്, അതുവഴി ഇതിൻ്റെ അകത്ത് ഇൻപുട്ട് കയറേണ്ടി വരും. അതും ചെയ്യാം. അത് കണക്ട് ചെയ്ത് നോക്കട്ടെ എന്താണ് ഇതിൻ്റെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കി പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. കുറേ ബോർഡാവും അപ്പോൾ ഇതിൻ്റെ അകത്ത്. നോക്കാം എല്ലാം പരീക്ഷണമാണല്ലോ. ബ്ലൂടൂത്ത് ബോർഡ് ഡയറക്റ്റാണ് ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്തേക്കുന്നത്. വോളിയൊക്കെ ഹൈ ആയിരിക്കും വോളിയം. അപ്പോൾ നമുക്ക് പാട്ടൊന്ന് ഇട്ട് നോക്കാം അല്ലേ, ഏതെങ്കിലും ഒരു സാധനം ഇട്ട് നോക്കാം. ചാടി പിടിക്കണ നന്നായിട്ട് ചാടി പിടിക്കണ്ട്. ചിന്ത കുത്തല് പോലും വേണം. ഇപ്പോൾ സാധനം കണക്ട് ചെയ്ത് നമുക്ക് പാട്ടൊന്ന് വെച്ച് നോക്കാം. സൗണ്ട് കുറച്ച് ഇതിൻ്റെ ആ കോയിലൊക്കെ പോയിരിക്കണം. എന്ത് പരുവെന്നറിയില്ല, നോക്കാം. കോമഡി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ലൈൻ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ എൻ്റെ ചെവി അടിച്ചു. അത്ര വലിയ മണത്തിലും നമുക്ക് കാണിക്കാൻ പറ്റില്ല. സോ ഒരു പ്രീ സെക്ഷൻ വേണം ഇതിന്. ഇതിൻ്റെ ഇൻപുട്ടിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് വോളിയം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രീ സെക്ഷൻ വേണം. എന്നാൽ മാത്രമേ പരിപാടി നടക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ബ്ലൂടൂത്ത് വഴി കയറി കട്ട് ചെയ്ത്, അതായത് കുറച്ച് പരിപാടിയുണ്ട്, അതൊക്കെ ചെയ്തിട്ട് മാത്രം ഞാൻ ഇത് ചെയ്യുന്നുള്ളൂ. ഡയറക്റ്റ് എന്തായാലും എടുത്ത് ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്യാൻ പറ്റില്ല, വെറുതെ അഴിച്ചിട്ടും പോയി കൊണ്ടുണ്ടാകും. ഗൈസ് നടക്കത്തില്ല ഗൈസ്. ആദ്യമായിട്ടാണ് പ്രൊജക്റ്റ് ചെയ്തിട്ട് അത് ഫെയിലർ ആയി പോകുന്നത്. കാരണം ഇതിൻ്റെ അത് എനിക്ക് പറഞ്ഞ പോലെ ഈ സാധനം ഞാൻ നോക്കിയായിരുന്നു, ഇതിൻ്റെ അത് ഇരിക്കത്തില്ല എല്ലാം കൂടി. അങ്ങനെ ഒരു ടാസ്ക് ആയിപ്പോയി. നമുക്കിത് വേറെ ഒന്നും ചെയ്യേണ്ട, അവരുടെ നശിപ്പിക്കുകയൊന്നും വേണ്ട. നമുക്ക് ഇതേപോലെ തിരിച്ച് ഇതിൻ്റെ അവസ്ഥയിലേക്ക് ഒരാവശ്യത്തിന് കയറി ഞാൻ ഇതെല്ലാം വലിച്ച് പൊട്ടിക്കുകയും ചെയ്തേ. നമ്മൾ കൈവിട്ടായതും വാവിട്ട വാക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്ന പറഞ്ഞില്ല, അതേപോലത്തെ അവസ്ഥയിൽ ഇതിപ്പോൾ ഞാൻ തിരിച്ച് കൂട്ടണേ ഒന്നുമില്ല. ഇതൊക്കെ മാറ്റി വെക്കണേ. ഇത് ഞാൻ വേറെ പ്രൊജക്റ്റ് ചെയ്ത് എനിക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കുളമായ ഒരു വീഡിയോ. ഓക്കെ, ഇങ്ങനെ കുളമായി പോയിട്ട് കണക്കാക്കിയാൽ മതിട്ടോ നിങ്ങൾ. പക്ഷേ ഇത് ഞാനിപ്പോൾ കറക്റ്റ് ചെയ്യും, എന്നിട്ട് ഞാൻ പൂട്ടും, വീണ്ടും പാടിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് പിന്നെയും കാണാം. ബൈ.